ഹലോ ഡിയർ ഫ്രണ്ട്സ്, നമസ്കാരം. ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യം ISB എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു പുതിയ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയാണ്. അറിയാത്തവർക്ക് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ISB എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബിസിനസ് സ്കൂളാണ്. ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് ഏറ്റവും ഹയസ്റ്റ് റാങ്ക്ഡ് ബിസിനസ് സ്കൂൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് IIM അഹമ്മദാബാദ്, ഇറ്റ്സ് ISB. പക്ഷെ എന്തുകൊണ്ട് ISB യൂഷ്വലി നിങ്ങളുടെ റാങ്കിങ്ങിൽ ഏറ്റവും ടോപ്പിൽ വരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ കാറ്റ് എഴുതുമ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്ന ഏറ്റവും ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് IIM അഹമ്മദാബാദ് ആണ്? എന്തുകൊണ്ട്? വൈ? ബിക്കോസ് ഈ ISB എന്ന് പറയുന്ന സ്ഥലത്ത് ശരിക്കും പറഞ്ഞാൽ 1 year MBA പ്രോഗ്രാം മാത്രമേ ഉള്ളൂ. അത് കാറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല, GMAT മാത്രമാണ് ഇതുവരെ അക്സെപ്റ്റ് ചെയ്തിരുന്നത്. ആൻഡ് ഒരു മിനിമം 2.5 years ഓഫ് വർക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ ഈ ISBയുടെ പ്രോഗ്രാമിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ ആയിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. ആൻഡ് ഇറ്റ്സ് മോർ ലൈക്ക് എൻ ഇന്റർനാഷണൽ ബി സ്കൂൾ. ഇപ്പൊ ഇന്റർനാഷണൽ റാങ്കിങ് എടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ ഓൾവേസ് സീ ISB ഓൺ ദ ടോപ്പ്. വൈ? ബിക്കോസ് ഇറ്റ്സ് ഫംഗ്ഷൻ ലൈക്ക് എൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ. GMAT ജസ്റ്റ് ലൈക്ക് ഇന്റർനാഷണൽ ബി സ്കൂൾ സേ ബാക്കി ഈ പറയുന്ന സേ ലണ്ടൻ ബിസിനസ് സ്കൂളും അല്ലെങ്കിൽ വാർട്ടണും അങ്ങനെയുള്ള എല്ലാ ബി സ്കൂൾസ് പോലെ തന്നെ GMAT ത്രൂ ആണ് ഇവരുടെ അഡ്മിഷൻ എടുത്തിരുന്നത്. മാത്രമല്ല വർക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്കുള്ള ഒരു കോഴ്സാണ് ഇന്റർനാഷണൽ MBA എന്ന് പറയുന്നത്. അങ്ങനെ തന്നെയായിരുന്നു ISB ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ യൂഷ്വൽ നമ്മുടെ റാങ്കിങ്ങിലെ 2 year MBA പ്രോഗ്രാമിന്റെ റാങ്കിങ്ങിലൊന്നും ഈ ISB നമ്മൾ കാണാറില്ല. പക്ഷെ അറ്റ് ദി സെയിം ടൈം എക്സിക്യൂട്ടീവ് MBA എന്ന് പറയുന്ന IIMസിൽ കൊടുക്കുന്ന പ്രോഗ്രാംസ് ഒരു 2.5-3 years പ്ലസ് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഓൾസോ അപ്ലൈ ഫോർ ദി എക്സിക്യൂട്ടീവ് MBA പ്രോഗ്രാം, 1 year എക്സിക്യൂട്ടീവ് MBA പ്രോഗ്രാം അറ്റ് IIMs. അതുപോലത്തെ ഒരു പ്രോഗ്രാമാണ് ശരിക്കും ISBയുടെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ഇതുവരെ ഉണ്ടായിരുന്നത്. സോ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കേണ്ടത് ISB ഈസ് ഇന്ത്യസ് നമ്പർ 1 ബിസിനസ് സ്കൂൾ. ഇറ്റ്സ് ഓൺലി ഹാവിംഗ് എ 1 year പ്രോഗ്രാം ഡെഡിക്കേറ്റഡ് ഫോർ പീപ്പിൾ വിത്ത് ലൈക്ക് അത്യാവശ്യം ഡീസന്റ് ആയിട്ടുള്ള വർക്ക് എക്സ്പീരിയൻസ്. അതും എന്തെങ്കിലും 2 വർഷം 3 വർഷം എന്തെങ്കിലും എവിടെയെങ്കിലും വർക്ക് ചെയ്തു എന്ന് ഉള്ളതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾക്ക് ക്വാളിറ്റി ടോപ്പ് ലെവലിലുള്ള വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ശരിക്കും ISB ഒക്കെ ലെവറേജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം അല്ലെങ്കിൽ ഒരു ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ ലെവറേജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇറ്റ്സ് നോട്ട് ലൈക്ക് എനി വർക്ക് എക്സ്പീരിയൻസ്, ലൈക്ക് പ്രോപ്പർ സോളിഡ് വർക്ക് എക്സ്പീരിയൻസ് ആണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ISB കുറച്ചു വർഷം മുന്നേ ദേ സ്റ്റാർട്ടഡ് സംതിങ് കോൾഡ് YLP, യങ് ലീഡേഴ്സ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ഈ യങ് ലീഡർഷിപ്പ് പ്രോഗ്രാം എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ഡെഫേർഡ് MBA പ്രോഗ്രാം ആണ്. അപ്പൊ ഇതും GMAT തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. ബേസിക്കലി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ UG കഴിയുമ്പോൾ തന്നെ കാറ്റ് എഴുതുന്ന പോലെ തന്നെ നിങ്ങൾ GMAT എഴുതി, GMAT ഒരു 690 680 പ്ലസ് സ്കോർ അല്ലെങ്കിൽ 700 720 പ്ലസ് ഒക്കെ സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന YLPയിൽ അപ്ലൈ ചെയ്യാമായിരുന്നു. അതും കാറ്റ് അല്ല, GMAT തന്നെയാണ്. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് എ ഡെഫേർഡ് 2 year ഡെഫേർഡ് MBA പ്രോഗ്രാം. അപ്പൊ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് UG കഴിഞ്ഞാൽ 2 വർഷം എവിടെയെങ്കിലും പോയി വർക്ക് ചെയ്യാം. 2 വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് വന്നിട്ട് ISBയിൽ നിങ്ങൾ അവരുടെ 1 year പ്രോഗ്രാം. അപ്പൊ ISBയിൽ ഒരു പ്രോഗ്രാമേ ഉള്ളൂ. ബേസിക്കലി ഇറ്റ്സ് എ ഡിഫറെന്റ് വേ ടു ഗെറ്റ് ഇൻ ടു ISB, റൈറ്റ്? ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ പ്രോഗ്രാം അവർ ഈ വർഷം കൊണ്ട് നിർത്തിവെച്ചു. അതായത് ഇപ്പം ISBയിൽ ആസ് ഓഫ് നൗ ഒരു പ്രോഗ്രാമേ ഉള്ളൂ, വിച്ച് ഇസ് ദർ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം, 1 year പ്രോഗ്രാം. ഈ ഡെഫേർഡ് MBA സെറ്റപ്പ് അവർ നിർത്തി. അതായത് ഫ്രഷേഴ്സിന് ഒരു YLP പ്രോഗ്രാമിൽ GMAT ത്രൂ അപ്ലൈ ചെയ്ത് 1 വർഷം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് MBAയിലോട്ട് ഡയറക്റ്റ് കയറാനുള്ള, അതായത് ഈ 1 year പ്രോഗ്രാമിലോട്ട് ഡയറക്റ്റ് കയറാനുള്ള ഒരു ഓപ്ഷൻ ഇപ്പൊ ഇല്ല. ചുരുക്കി പറഞ്ഞാൽ ഇപ്പം ISBയിൽ എന്താണുള്ളത്? ആകെ ഒരു 1 year പ്രോഗ്രാം മാത്രമേ ഉള്ളൂ. ആൻഡ് ISB ഈ വർഷം പുതുതായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഈസ് എ പ്രോപ്പർ 2 year MBA പ്രോഗ്രാം ജസ്റ്റ് ലൈക്ക് IIMs ആൻഡ് അതർ ബി സ്കൂൾ, വിച്ച് ഇസ് വെരി എക്സൈറ്റിംഗ്. ഞാൻ എന്തായാലും വളരെയധികം എക്സൈറ്റഡ് ആണ്. കാരണം ഒന്ന്, ഇത് കാറ്റ് അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ ഒറ്റയടിക്ക് ആ ഒരു GMAT എന്ന് പറയുന്ന ഒരു വേറൊരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് എക്സാം അല്ലെങ്കിൽ വെരി എക്സ്പെൻസീവ് എക്സാം അവിടെ പോയി. രണ്ടാമത്തെ കാര്യം 0 to 2 years വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് ഇപ്പോൾ ISBയിൽ അപ്ലൈ ചെയ്ത് കയറാം. മൂന്നാമത് പറയാനുള്ളത്, സേ ISB ഈ സ്റ്റാർട്ടിങ് എ ന്യൂ പ്രോഗ്രാം മീൻസ് അതും 150 പേര് മാത്രം ബാച്ച് സൈസ് ഉള്ള ഒരു പ്രോഗ്രാം ആണ് അവർ ഉദ്ദേശിക്കുന്നത്. റിസൾട്ട്സ് വിൽ ബി വെരി സോളിഡ്. ഞാൻ എന്റെ ഒരു എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ IIM അഹമ്മദാബാദിൽ 2 വർഷം കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്ന സെയിം പ്ലേസ്മെന്റ് പാക്കേജ് ഓർ ബെറ്റർ ISBയുടെ YLP പ്രോഗ്രാമിൽ ഇറങ്ങുന്ന ആൾക്കാർ, YLP അല്ല സോറി, ഇറ്റ്സ് കോൾഡ് PG പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം ഫോർ യങ് ലീഡേഴ്സ്, അങ്ങനെയാണ് അവരെ പ്രോഗ്രാം നെയിം ചെയ്തിരിക്കുന്നത്. ഈ PGP യങ് ലീഡേഴ്സ് പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം ഇൻ മാനേജ്മെന്റ് ഫോർ യങ് ലീഡേഴ്സിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ എക്സ്പെക്ട് എ പാക്കേജ് ആൻഡ് പ്രോസ്പെക്ട്സ് ഇൻ ദ ലെവൽ ഓഫ് IIM അഹമ്മദാബാദ്. കാരണം ISB വെറുതെ അങ്ങനെ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യില്ല. അവർ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അവരുടെ നോർമൽ 1 year പ്രോഗ്രാമിന് കുറച്ച് താഴെ പ്ലേസ്മെന്റ് പോയാൽ പോലും അവർ ഇതില് പ്ലേസ്മെന്റ് താഴെ പോകാനോ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് താഴെ പോകാനോ ഒരു സാധ്യതയില്ല.
ഇറ്റ്സ് എ ഗ്രേറ്റ് ഫാബുലസ് ഓപ്പർച്യൂണിറ്റി, റൈറ്റ്? ഇപ്പൊ ഇതിനെക്കുറിച്ച് എനിക്ക് നിങ്ങളുടെ അടുത്തൊന്ന് പറയണമായിരുന്നു. ഇനി ഇതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പോവാം. എനിക്കും എല്ലാവർക്കും വലിയ ക്ലിയർ കട്ട് ഇൻഫർമേഷൻ ഇല്ല എന്താണ് ഇതിനകത്ത് സംഭവിക്കാൻ മുതലായ കാര്യങ്ങൾ. പക്ഷേ ഓൾ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇസ് it will be one of the best MBA programs in the country in coming few years, and first batch ആണെങ്കിൽ പോലും you will be getting like package in the range of IIM Ahmedabad, right? ഇനി ഇതിന്റെ ഞാൻ കൊളേറ്റ് ചെയ്ത കുറച്ച് ഡീറ്റെയിൽസ് വെച്ചിട്ട് മാർച്ച് 16, 2025 വരെ ഇതിന്റെ റൗണ്ട് 2 ആപ്ലിക്കേഷൻസ് ഇൻവൈറ്റഡ് ആണ്. അപ്പം ഇതുപോലത്തെ ബി സ്കൂൾസ് ഒക്കെ നമ്മൾ ഏർലിയർ അപ്ലൈ ചെയ്താൽ നല്ലതാണെന്ന് പൊതുവെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം ഇതൊക്കെ റോളിംഗ് ബേസിസിലായിരിക്കും. അതായത് മാർച്ച് 16 പറഞ്ഞാൽ മാർച്ച് 16 ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്തിട്ടായിരിക്കില്ല ഇവർ പിന്നീട് ഇതെല്ലാം ഇവാലുവേറ്റ് ചെയ്ത് പ്രൊഫൈൽ ബേസ്ഡ് കോളേജസ് ആണ് ഇതൊക്കെ. അതുകൊണ്ട് തന്നെ നല്ല പ്രൊഫൈൽസ് വന്നു കഴിഞ്ഞാൽ ഇവർ ആദ്യം തന്നെ അത് സെലക്ട് ചെയ്ത് വെക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇറ്റ്സ് ബെറ്റർ നിങ്ങൾ അവസാനം വരെ കാത്തു നിൽക്കുന്നില്ല. കാരണം ഇത് അത്ര വലിയ ആലോചിക്കാനൊന്നുമില്ല. നിങ്ങൾക്ക് ISB പോലത്തെ ഒരു ബി സ്കൂളിൽ കയറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെ അപ്ലൈ ചെയ്യുക, അത്രേ ഉള്ളൂ. 2500 രൂപയാണ് ഇതിന്റെ ഫീസ് വരുന്നത്. പക്ഷെ MBA കുറച്ച് എക്സ്പെൻസീവ് ആവാം. കാരണം ഇപ്പോൾ അവരുടെ അക്കോമഡേഷൻ ചേർത്ത് 25 lakhs ആണ് പറയുന്നത്, വിച്ച് ഈസ് വെരി റീസണബിൾ. ABCയെക്കാളും ഒക്കെ വളരെ കുറഞ്ഞ ഫീസാണ്. പക്ഷെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ 50% ഓഫ് ദി ബാച്ച് വിൽ ഗെറ്റ് 100% വേവിയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഓർ അറ്റ്ലീസ്റ്റ് സം സോർട്ട് ഓഫ് സ്കോളർഷിപ്പ്. കാരണം ഇത് ഫസ്റ്റ് പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ അവര് ഒരുപാട് പേർക്ക് ഒരുപാടധികം സ്കോളർഷിപ്സ് കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള ഒരു ചാൻസ് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ചിലപ്പോൾ 50% വേവിയർ കിട്ടാം. സോ ഒരുപാട് സ്കോളർഷിപ്സ് കോളേജ് തന്നെ കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള സാധനങ്ങൾ നിങ്ങൾ ലോണൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും. സോ ആ രീതിയിൽ വളരെ നല്ല പ്രോമിസിംഗ് ആയിട്ടാണ് ഇവരിത് പാക്കേജ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ 0 to 2 years വർക്ക് എക്സ്പീരിയൻസ് ക്രൈറ്റീരിയ വളരെ ക്രിട്ടിക്കൽ ആണ്. കാരണം നിങ്ങളിപ്പോ ഫൈനൽ ഇയർ ഓഫ് UGയിലാണ് ഉള്ളതെങ്കിൽ ബൈ June 15th of 2025 നിങ്ങളുടെ UG കഴിയണം. അങ്ങനെയാണെങ്കിൽ ഈ വർഷത്തെ ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റൂ. ഇനി നിങ്ങൾ June 15, 2025 ആകുമ്പോൾ നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ് 2 year കൂടുതലാണെങ്കിൽ യു കാണ്ട് അപ്ലൈ ഫോർ ദിസ് 2 year, അതായത് പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം ഇൻ മാനേജ്മെന്റ് ഫോർ യങ് ലീഡേഴ്സ് പുതിയ പ്രോഗ്രാമിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. യു ക്യാൻ ഓൺലി അപ്ലൈ ഫോർ ദർ 1 year പ്രോഗ്രാം ബൈ റൈറ്റിംഗ് GMAT. ആ സെയിം സാധനം CAT ത്രൂ എൻട്രി ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ആൻഡ് ഇനി ഞാൻ പ്രൊഫൈൽ ബേസ്ഡ് കോളേജ് ആണെന്ന് പറയുമ്പോൾ എല്ലാവരും ഇതിന്റെ കട്ട് ഓഫ് സാധനങ്ങൾ ചോദിക്കുന്നുണ്ട്. ഞാൻ കുറെ ആൾക്കാരോട് സംസാരിച്ചപ്പോൾ ഈ ISB ഇൻ ജനറൽ, അതായത് ഇപ്പൊ അവര് GMAT ത്രൂ എടുക്കുന്ന അവരുടെ പ്രോഗ്രാമിലാണെങ്കിൽ പോലും ആ കോളേജിനകത്ത് ഒരു 740, 750 ഒക്കെ GMAT സ്കോർ ഉള്ള ആൾക്കാരും ഉണ്ട്. അറ്റ് ദ സെയിം ടൈം 680, 670 ഒക്കെ GMAT സ്കോർ ഉള്ള ആൾക്കാരും ഉണ്ട്. ഈവൻ ഫോർ ദർ YLP പ്രോഗ്രാം വിച്ച് ഇസ് ലൈക്ക് ഡെഫേർഡ് MBA പ്രോഗ്രാം, അതിനും ഇത്ര സ്പെക്ട്രത്തിലുള്ള ആൾക്കാർക്ക് കയറി പോകാൻ പറ്റുന്നുണ്ട്. അതിന്റെ അർത്ഥം ഒരു 80% പ്ലസ് CAT ഉണ്ടെങ്കിൽ മുതൽ നിങ്ങൾക്ക് 99.9% ഉണ്ടെങ്കിൽ വരെ യു ക്യാൻ അപ്ലൈ. പക്ഷേ ഇത് വെറുതെ ആപ്ലിക്കേഷൻ ഇട്ടിട്ട് നിങ്ങൾക്ക് CAT സ്കോർ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. ഈവൻ ഇഫ് യു ആർ ഹാവിംഗ് 99.99%, യു ആർ നോട്ട് ഗോയിങ് ടു ഗെറ്റ് എ കോൾ ബിക്കോസ് ഹൈലി ഇറ്റ് വിൽ ബി ലൈക്ക് പ്രൊഫൈൽ ബേസ്ഡ്. കാരണം ഇന്റർനാഷണൽ ബി സ്കൂൾസിലൊക്കെ ഏറ്റവും മാറ്റർ ചെയ്യുന്ന സാധനം എന്ന് പറയുന്നത് നിങ്ങളുടെ SOP ആണ്, നിങ്ങളുടെ പ്രൊഫൈലാണ്, നിങ്ങളുടെ essays ആണ്. അപ്പൊ അത് വളരെ ക്രിട്ടിക്കൽ ആയിട്ട് നിങ്ങൾ എഴുതേണ്ടി വരും. അതുകൊണ്ട് വെറുതെ ഇത് പോയിട്ട് നിങ്ങൾ ഒരു 5 minute പരിപാടിയിൽ കുറച്ച് ChatGPT അയച്ചിടാന്ന് വെച്ച് കഴിഞ്ഞാൽ 100% കിട്ടില്ല. ChatGPT നിങ്ങളുടെ എസ്സേസിന്റെ ആൻസർ അടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ദിസ് എ ബിഗ് ട്രബിൾ വിച്ച് യു ആർ ഗോയിങ് ടു ഗെറ്റ് ഇൻ. ഏത് കോളേജിന്റെ ആപ്ലിക്കേഷൻസ് ആണെങ്കിലും നിങ്ങൾ ChatGPT അടിച്ചു കഴിഞ്ഞാൽ അവർ ബയസ്ഡ് ആയിട്ടുള്ള അവരുടെ ലാംഗ്വേജിലുള്ള ഒരു സാധനമായിരിക്കും തരുന്നത്. അതിന്റെ മുകളിൽ നിങ്ങൾ എത്ര മോഡിഫൈ ചെയ്യാൻ നോക്കി കഴിഞ്ഞാലും നിങ്ങൾക്കൊരു വിന്നിങ് SOP ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളത് 150% ഉറപ്പാണ്. നിങ്ങളുടെ സ്വന്തം ഭാവനയിൽ നിങ്ങളുടെ വേണ്ട രീതിയിൽ ഇപ്പൊ ഞാൻ ഒരുപാട് ആപ്ലിക്കേഷൻസ് കോളേജിന് മാത്രമല്ല, ഞാൻ അല്ലാതെ ഇപ്പോഴും ഓപ്പൺ ഡാറ്റിന് വേണ്ടി പല പ്രൊപ്പോസൽസും അവാർഡ്സിനും മറ്റൊക്കെ ഞാൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി എഴുതാറുണ്ട്. ഞാനത് ChatGPT ഇട്ട് ജനറേറ്റ് ചെയ്താണെങ്കിൽ ഒന്ന് ഇത് വായിക്കുന്ന ആൾക്ക്, ഇപ്പൊ നിങ്ങളൊരു ChatGPT ജനറേറ്റഡ് റെസ്പോൺസ് എനിക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഐ ക്യാൻ ഈസിലി സേ ദാറ്റ് ദിസ് ഈസ് ChatGPT ജനറേറ്റഡ്. ഞാൻ വലിയ സംഭവം എന്ന് പറയല്ല. അപ്പൊ എനിക്കത് പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ISB പ്രൊഫസേഴ്സ് അത് വായിക്കുമ്പോൾ തന്നെ they will understand that whether you have fabricated it or whether you have used ChatGPT. So no, like fresh ആയിട്ടുള്ള സ്റ്റോറീസ്, വളരെ ജെന്യൂൻ ആയിട്ടുള്ള സ്റ്റോറീസ്. when it comes to your profile, say if you are feeling like നിങ്ങൾ ഒരു BITS അല്ലെങ്കിൽ IIT ഒക്കെ ഗ്രാജുവേറ്റ് ആണ്, നിങ്ങളുടെ CAT was not good, അല്ലെങ്കിൽ CAT നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ if you feel like you are not someone who should settle for a tier 2 or tier 3 college, you actually want a tier 1, you actually wanted a Blackie XLRI sort of college, but CAT കുറച്ച് മോശമായി പോയി ആൻഡ് ഐ വോണ്ട് ടു മേക്ക് അപ്പ് ഫോർ ദാറ്റ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ISB കൺസിഡർ ചെയ്യാം. നിങ്ങൾക്ക് നല്ല പ്രൊഫൈൽ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ കുറെ എക്സ്ട്രാ കരിക്കുലേഴ്സ്, അതായത് പാട്ടും ഡാൻസും മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എക്സ്ട്രാ കരിക്കുലർ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും
ക്ലബ്ബ് കമ്മിറ്റീസിലൊക്കെ ലീഡർഷിപ്പ് റോൾസിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കോളേജിൽ ഒരു പുതിയ ക്ലബ്ബ് തുടങ്ങിയിട്ടുണ്ട്, വർക്ക് എക്സ്പീരിയൻസ് ചെയ്ത സ്ഥലത്ത് നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും പ്രോജക്റ്റ് എടുത്തിട്ടുണ്ട്, മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്തിട്ടുണ്ട്, അതൊന്നും അല്ലെങ്കിൽ നിങ്ങൾ പുറത്തുള്ള ഏതെങ്കിലും എൻജിഒയുമായിട്ട് സീരിയസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു സ്റ്റാർട്ടപ്പ് നടത്താൻ വേണ്ടി നോക്കിയിട്ട് ഫെയിൽ ആയിട്ടുണ്ട്, വിച്ച് ഈസ് ലൈക്ക് ഈവൻ ബെറ്റർ. ഐ മീൻ ഫെയിലിയർ സ്റ്റോറീസ് ഒരുപാട് ഇൻസൈറ്റ്സ് നിങ്ങൾക്ക് തരുന്നുണ്ടാവും. സോ ഇങ്ങനെയുള്ള എന്തെങ്കിലും സോളിഡ് പ്രൊഫൈൽ നിങ്ങൾക്ക് ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ ISB കൺസിഡർ ചെയ്യാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ സേ ഇപ്പോൾ ഒരു 80-85-90% ആണെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്തു. ഇഫ് യു ആർ ഹാവിംഗ് എ സോളിഡ് പ്രൊഫൈൽ ആൻഡ് ഇഫ് യു ആർ റെഡി ടു പുട്ട് ഇൻ ഓൾ ദി എഫേർട്സ് ഫോർ ദി ആപ്ലിക്കേഷൻ ഫോം, ദെൻ നിങ്ങൾക്ക് ഈ റിസ്ക് എടുക്കാവുന്നതാണ്. ബട്ട് ഐഡിയലി ഈ ISB MBA പ്രോഗ്രാമിന്റെ ലെവൽ എന്ന് പറയുന്നത് 98-99-100% റേഞ്ചിൽ തന്നെ ആയിരിക്കും. പക്ഷേ ഞാൻ ഈ പറയുന്നത് ഒരു 80+% ഉണ്ടെങ്കിൽ ഇഫ് യു ഫീൽ ലൈക്ക് യു ഡിസർവ് എ പ്ലേസ് ടു ബി ഇൻ ISB. ഇപ്പം ഞാൻ എന്നെ തന്നെ കാണുന്നത് എനിക്കൊരു ISB കാലിബർ ഉണ്ട് എന്ന് എനിക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ അപ്ലൈ. GMAT ആവശ്യമില്ല. പിന്നെ ഇതിന്റെ രണ്ട് കീ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് വിച്ച് ഇസ് വെരി 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 ഇമ്പോർട്ടന്റ് വെൻ ഇറ്റ് കംസ് ടു എനി ഇന്റർനാഷണൽ ബി സ്കൂൾ ഇൻക്ലൂഡിംഗ് ISB ഈസ് ഒന്ന്, ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ വേണം. അപ്പൊ റെക്കമെൻഡേഷൻ ലെറ്റർ ഷുഡ് ബി ഫ്രം സമ്മൺ സോളിഡ്. നിങ്ങളുമായിട്ട് അടുത്ത് ഇടപഴകിയിട്ടുള്ള, ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കമ്പനിയിൽ നിങ്ങളെ സൂപ്പർവൈസ് ചെയ്ത നിങ്ങളുടെ മാനേജർ അല്ലെങ്കിൽ VP അങ്ങനെ ആരെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുടെ കോളേജിൽ നിങ്ങളുടെ പ്രൊഫസർ HOD അങ്ങനെ ആരെങ്കിലും ആവാം. പക്ഷേ നിങ്ങൾ റെക്കമെൻഡറിന്റെ മെയിൽ ID നിങ്ങളുടെ ഈ ആപ്ലിക്കേഷൻ കൊടുത്താൽ റെക്കമെൻഡറിന്റെ ഒരു മെയിൽ പോകും. പുള്ളിക്കാരൻ അല്ലെങ്കിൽ പുള്ളിക്കാരി എന്തെങ്കിലും അവിടെ അടിച്ചിട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. യു വിൽ ഹാവ് ടു കോൾ ദം, യു വിൽ ഹാവ് ടു ഇൻഫോം ദം ഇൻ പ്രയർ, യു വിൽ ഹാവ് ടു ഗെറ്റ് ദെയർ പെർമിഷൻ. മെയിൽ ID കൊടുത്തിട്ട് യു വിൽ ഹാവ് ടു ഡ്രാഫ്റ്റ് എ റെക്കമെൻഡേഷൻ ഓൺ ബിഹാഫ് ഓഫ് ദം ഫോർ യു. അതായത് നിങ്ങൾക്ക് വേണ്ടി അവരെഴുതുന്ന പോലെ റെക്കമെൻഡേഷൻ ലെറ്റർ നിങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്ത് നിങ്ങൾ പുള്ളിക്കാരുടെ ചോദിക്കുക, അല്ലെങ്കിൽ പുള്ളിക്കാരുടെ ചോദിക്കുക, ഒരു മെയിൽ വന്നിട്ടുണ്ടോ, ആ മെയിൽ വന്നാൽ എനിക്കൊന്ന് ഫോർവേഡ് ചെയ്യാൻ പറയുക. എന്നിട്ട് അതിൽ എന്താണോ ക്വസ്റ്റ്യൻസ് ഉള്ളത് അത് നിങ്ങൾ ഫില്ല് ചെയ്ത് ഏറ്റവും ടോപ്പായിട്ട് കൊടുക്കുക. ബിക്കോസ് വേറൊരാൾക്ക് നിങ്ങൾക്ക് അറിയാവുന്ന അത്ര നിങ്ങളെ അറിയുന്നുണ്ടാവില്ല. വേറെ ആരും നിങ്ങൾക്ക് വേണ്ടി അത്ര എഫേർട്ട് വിടാൻ സാധ്യതയില്ല. പിന്നെ 3 essays ഉണ്ട്. ഡിസ്ക്രൈബ് എ ലീഡർഷിപ്പ് എക്സ്പീരിയൻസ് ഇൻ 400 words, യുണീക് എക്സ്പീരിയൻസസ് ആൻഡ് കോൺട്രിബ്യൂഷൻ ടു ഡൈവേഴ്സിറ്റി 400 words, പോസ്റ്റ് PGP വൈൽ ഇമ്പാക്ട് ആൻഡ് കരിയർ പ്ലാൻസ് 250 words. ഈ 3 essaysഉം റെക്കമെൻഡേഷൻസും വിൽ പ്ലേ എ ഹ്യൂജ് റോൾ വെൻ ഇറ്റ് കംസ് ടു യുവർ അഡ്മിഷൻ ഫോർ ഈ പറയുന്ന പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം ഇൻ മാനേജ്മെന്റ് ഫോർ യങ് ലീഡേഴ്സ്. സോ ഇറ്റ്സ് എ ഗ്രേറ്റ് പ്രോഗ്രാം. ഐ ആം വെരി എക്സൈറ്റഡ് ഫോർ ദി പ്രോഗ്രാം. ആൻഡ് ഇത് മാത്രമല്ല, ഇപ്പൊ ബിറ്റ്സോമിലാണെങ്കിലും ഇറ്റ്സ് മോസ്റ്റ്ലി പ്രൊഫൈൽ ബേസ്ഡ് കോഴ്സ്. 85% ഉള്ള ആൾക്കാർക്ക് വേണേ അപ്ലൈ ചെയ്യാം. പക്ഷെ ഇഫ് യു ഫീൽ ലൈക്ക് യു ആർ ഹാവിംഗ് എ ഗ്രേറ്റ് പ്രൊഫൈൽ, അതിപ്പം എന്റെ അടുത്ത് എന്താണ് ഗ്രേറ്റ് പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്, ഞാൻ മറ്റേ ഒപ്പനയ്ക്ക് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ പാട്ട് പാടിയിട്ടുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ കാൺ സേ. ലൈക്ക് നിങ്ങൾക്ക് തോന്നുകയാണ് ഞാൻ കൺസിഡറബിൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്, ആൻഡ് ഇഫ് യു ഫീൽ കോൺഫിഡന്റ് ദാറ്റ് ഐ ക്യാൻ കൺവിൻസ് ദി പാനൽ വിത്ത് ദാറ്റ് ആൻഡ് യു ക്യാൻ റൈറ്റ് എ വിന്നിംഗ് SOP, then go for it. പക്ഷെ ഐഡിയലി ഒരു 90-95% പ്ലസ് ഉള്ള ഒരു ISB സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. റിസർവേഷൻ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും ISB അങ്ങനത്തെ ഒരു ഇന്ത്യൻ ഫ്രെയിംവർക്കിൽ വർക്ക് ചെയ്യുന്ന ഒരു കോളേജേ അല്ല. സ്കോളർഷിപ്പ് ഈസ് എ ഗുഡ് പാർട്ട്. ഐ മീൻ 50% ഓഫ് ദി ബാച്ച് വിൽ ഗെറ്റ് 100% വേവർ എന്ന് അവർ വെബ്സൈറ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, വിച്ച് ഇസ് ലൈക്ക് ക്രേസി അമേസിങ്. പിന്നെ വേറെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഓക്കെ, CAT അക്സെപ്റ്റ് ചെയ്യും, GMAT അക്സെപ്റ്റ് ചെയ്യും. March 16th ആണ് റൗണ്ട് 2 ഡെഡ്ലൈൻ. ബൈ June 15th 2 year വർക്ക് എക്സ്പീരിയൻസ് കൂടരുത്. ബൈ June 15th ഫ്രഷേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോഴ്സ് തീരണം. ആൻഡ് 150 ആണ് എല്ലാത്തിനും ഇൻടേക്ക് ഉണ്ടാവുന്നത്. സോ ഇത്ര തന്നെ ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളൂ. അപ്പൊ ഇത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾ വർക്ക് ചെയ്ത് തുടങ്ങുക. അറിയാവുന്ന ആരെങ്കിലും കൺസൾട്ട് ചെയ്യുക. അതായത് ഇന്റർനാഷണൽ ബി സ്കൂൾസിനൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ള ആരെങ്കിലും കൺസൾട്ട് ചെയ്ത് വളരെ നല്ല രീതിയിൽ SOP റെഡിയാക്കാമെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു പണിക്ക് ഇറങ്ങുക. 2500 രൂപയാണ് അഗെയിൻ ഇതിന്റെ ആപ്ലിക്കേഷൻ ഫീസ്. കയറി കഴിഞ്ഞാൽ ഐ ക്യാൻ അഷ്യൂർ യു ദാറ്റ് ഒരു IIM ABC ഒന്നും ഞാൻ പറയുന്നില്ല, ഒരു IIM AB ഓർ ബെറ്റർ MBA പ്രോഗ്രാം തന്നെ ആയിരിക്കും. ആൻഡ് ദേ വിൽ പുട്ട് ഇൻ ഓൾ ദി എഫേർട്സ്. ISB വിൽ പുട്ട് ഇൻ ഓൾ ദി എഫേർട്സ് ടു ഗെറ്റ് യു ഓൺ ടോപ്പ്. സോ ഈ ഒരു പ്രോഗ്രാം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് ഒരു അവയർനെസ് നിങ്ങൾക്ക് തരിക. പിന്നെ ലിമിറ്റഡ് ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയതെല്ലാം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. സോ ഇത് വെച്ചിട്ട് വർക്ക് ചെയ്യുക, സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യുക അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ. അപ്പോൾ അത്രയും എനിക്ക് ഒരു വീഡിയോയിൽ പറയാനുള്ളൂ. ആൻഡ് ദെൻ അഗെയിൻ നമ്മളുടെ GDPY പ്രോഗ്രാമിലുള്ള ആൾക്കാരാണെങ്കിൽ ഇഫ് യു ആർ കൺസിഡറിങ് അപ്ലൈ ഫോർ ISB ഈ പറയുന്ന പ്രോഗ്രാം, ദെൻ നമ്മളടുത്ത് ആരെന്തെങ്കിലും ചോദിച്ചിട്ട് നിങ്ങൾ SOP റിവ്യൂ ചെയ്തിട്ട് മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാം. സോ താങ്ക്സ് ലോട്ട് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.